കയ്യിൽ നിന്ന് കാശും പിരിച്ചിട്ട് എന്തോ പരിപാടി അവിടെ നടക്കാൻ പോകുന്നേ? നോട്ടീസ് വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. KT പീതാംബരൻ അവതരിപ്പിക്കുന്ന കലാമേള. എല്ലാ പ്രാവശ്യവും ഗാനമേള നടത്തുന്നത്, ഇപ്രാവശ്യം പ്രത്യേകത. ഇവിടെ ഗാനമേള നടത്തിയിട്ട് വേണം നിനക്കൊക്കെ ഇവിടെ കിടന്ന് കൊള്ളാം. എന്നിട്ട് വെട്ടും കുത്തും നടത്തിയിട്ട് കമ്മറ്റിക്കാർ വേണം നിനക്ക് സമാധാന വഴിയും മാറിന്റെ പരിപാടി ആരംഭിക്കാൻ പോകാം. ഗാനമേള ഇല്ലാതെ ഈ പരിപാടി നടക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. നന്നായിട്ട് വ്യക്തമായിട്ട് കാണാം. ഫ്രണ്ടിൽ തന്നെ പോയി ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ കാണും കേട്ടോ. മണി 9 പീതാംബരമാസേ ആൾക്കാർ വെള്ളം വെക്കുന്ന പരിപാടി തുടങ്ങ. ഞങ്ങൾ എപ്പോഴാ വരിക? പിന്നെ സാമൂഹ്യം നമ്മൾ പുരാണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ നമ്മുടെ പുരാണത്തിന്റെ കഥാകാരം ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. ഭക്തനൂരിൽ നിന്നും ഭീമസേനും അല്ലു അർജുനും അല്ല എടാ അർജുനൻ. അതെ അർജുനൻ അവർ യാത്ര പുറപ്പെട്ട് കടുവരത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ഭീമസേനൻ തന്റെ ഗത കൊണ്ട് ദന്തഡോക്ടറുടെ ഏർപ്പാട് തീർക്കുന്നു. ദന്തഡോക്ടറുടെയോ? ദന്തഡോക്ടറല്ല, ദൊമ്പയുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഈ സമയം രാവണൻ ലങ്കയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ ഹനുമാൻ തീ പിടിച്ച വാലുമായി നെഞ്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. പാവം. അവസാനം ഇവരെല്ലാവരും കൂടി ഗാകുൽ താമരയിൽ ഒത്തുചേരുന്നു. ഇതാണ് ഞങ്ങളുടെ കഥയുടെ ഇതിവൃത്തം. എങ്ങനെയുണ്ട്? എടാ ഇത് ഇതിവൃത്തമല്ല ഇടിവൃത്തമാണ്. എന്ന് വെച്ചാൽ എടാ നിനക്കൊക്കെ ഇടിവൃത്തമെന്ന്. എന്നാ പിന്നെ ചരിത്രവും ആനുകൂല്യവും ഊട്ടിക്കൊണ്ടൊരു സാധനം തരട്ടെ. എന്തെങ്കിലും എടാ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ഭയങ്കര പ്രസവക്കാരാണ്. അവർക്കൊക്കെ രസിക്കുന്ന തരത്തിൽ വേണം എന്തെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടാൻ. ഞാൻ അപ്പുറം കാണും. പോട്ടെ. അവിടെ പ്രസിഡന്റിന്റെ അനുഗ്രഹ ആശിസും ബ്രൗസറും ഒക്കെ വേണം. ബ്രൗസറും ആശിച്ചു അതല്ല, അനുഗ്രഹ ആശിസുകൾ വേണമെന്ന അതൊക്കെയാണ് നിങ്ങൾ പരിപാടി തുടങ്ങാൻ നോക്ക്. ഇത് കഴിഞ്ഞില്ലേ? കുറെ റൗണ്ട് ആയതോ? ഇന്നെന്താ സ്പെഷ്യൽ ചീവേലി ഉണ്ടോ? അയ്യോ, ഇത് ചീവേലി അല്ല, ചെണ്ടക്കാരൻ്റെ ഒരു മൊബൈൽ കളഞ്ഞപ്പോ അത് നോക്കി നടക്കുക. ഈ മില്ലിന്റെ ഇത്രയും ഭാഗം എനിക്കുള്ള ആവശ്യമില്ലാതെ ഈ മില്ല് ആരെങ്കിലും ഒഴിച്ചാൽ എല്ലാത്തിനും ഞാൻ കാലേ വാരി നേരത്തടിക്കും. എന്റെ സ്വഭാവം അറിയാലോ. വണ്ടിയുടെ ഡ്രൈവർ വന്നേക്കും. നീ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇവിടെ നാളെ കാസർഗോഡല്ലേ പരിപാടി. 7-8 മണിക്കൂർ ഓട്ടോ ഇല്ലേ? പോയി വണ്ടി കിടന്നു. അങ്ങോട്ട് പോവാൻ 7-8 മണിക്കൂർ ഓട്ടം ഇല്ലേ? പിന്നില്ലേ? ഞാൻ ആ ഓട്ടത്തിൽ ഉറങ്ങിക്കോളാം ആശാനെ. നീ എന്നെ കൊല്ലാൻ വന്നോ? എന്താണ് പരിപാടി തുടങ്ങാനൊരു താമസം? സ്ഥലമത്ര ശരിയല്ല. അയ്യോ, അതിന് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ വന്നവരല്ല. ഞങ്ങൾ പ്രയോഗിക്കണം. ഇത് വേണ്ട, പരിപാടി തുടങ്ങി. അവന്മാരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കണ്ടല്ലോ. കണ്ടു കണ്ടു. തെക്കും ഭാഗത്തേക്കുന്ന കമ്മറ്റിക്കാരെ കണ്ടോ? വടക്ക് ഭാഗത്തേക്കുന്ന കമ്മറ്റിക്കാരെ കാണുന്നുണ്ടോ? വടി വാഴും 10 വടിയുമായി അവര് വന്ന് കളി തുടങ്ങണോ? പട്ടിപ്പാലും പക്കലും പടിയും കയ്യിലേന്തും കമ്മറ്റിക്കാരെ വന്നു തല്ലിക്കൊല്ലല്ലേ ഞങ്ങളെ പട്ടിപ്പാലും പക്കലും പടിയും കയ്യിലേന്തും കമ്മറ്റിക്കാരെ ഉള്ളിൽ വന്ന് തല്ലിക്കൊല്ലല്ലേ ഞങ്ങളെ കാട്ടാടുടെ മുൻചെല്ലിട്ട് തല്ലിക്കൊല്ലല്ലേ ഞങ്ങളെ. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗമുള്ളൂ. എന്താ ആശാനെ? അവന്മാരെ ഞെട്ടിക്കുന്ന പുതിയ സംഭവം എടുത്തിട്ട് പിന്നെ തുടങ്ങിയടേ വിഷയം വെള്ളമല്ലേ ഞാൻ ഏറ്റടേ. Acha
നടി വെയിലത്ത് ക്ഷമയോടെ ക്യൂ നിൽക്കുന്ന ആളുകളെ കണ്ടോ? എന്നിട്ട് ഐക്യം, ക്ഷമ, സഹകരണം. ആശാനെ, അവർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കറണ്ട് ബില്ല് അടക്കാൻ ക്യൂ നിൽക്കുന്നവരാണോ? അല്ല. എടാ, വാതകത്തിന് വിലയേറിയതിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്നവരാണ്. അല്ലേ ആശാനെ? അല്ലേ ഇല്ല. അത് കേരളത്തിൽ സ്വന്തം വരുന്ന ഏക സ്ഥലം ഇവരെ മാതൃകാ സ്ഥാനം. രക്ഷിതാക്കൾ അരക്ഷിതാവസ്ഥയുണ്ടാകുന്നു. കേരളീയർ അരിവാങ്ങാൻ ചെലവാക്കുന്നതിന്റെ 13 ഇരട്ടി, ഏകദേശം 36 കോടിയോളം ഇത് അങ്ങനെ ചെലവാക്കുന്നത്. ആശാനെ, അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഇടവഴികളിലും രാജപാതകളിലും അവരെ കാണാം. അടിയാടി ഇഴഞ്ഞു വരുന്ന പമ്പുകൾ. തന്നോട് തന്നെ കുടിവെള്ളത്തിന്റെ കഥ പറയാൻ പറഞ്ഞിട്ട് നീ മദ്യത്തിന്റെ കാര്യം പറയാടാ. കുടിവെള്ളത്തിന്റെ കഥ പറയടാ. നമുക്ക് കഥ പറയാം ആശാനെ. കുടുംബത്തെ കാണുന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ വിൽക്കലാമേളയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ ദി ഗോഡ്സ് ഓൺ കൺട്രി അഥവാ ദൈവത്തെ പറയിപ്പിക്കാനുണ്ടായ നാട്. അതെ, കേരളം. ഈ കേരളം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? കേരളം ഉണ്ടായതോ? കേരളം ഉണ്ടായതാ പാവത്തെ കെട്ടി തൂക്കിയത് പോലെ ഇരിക്കുന്നത്. ഓപ്പില്. എടാ, കേരളം സൃഷ്ടിച്ച ആരാണെന്ന് അറിയാമോ? ഇല്ല. വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. സൂപ്പർ ക്ലൂ ആയിരിക്കും. സൂപ്പർ ക്ലൂ അതല്ല, നല്ല ഉഗ്ര ക്ലൂ തരണമെന്ന്. എന്നാ പിടിച്ചോ. വലത് കൈയിൽ മഴുവുമായി നടക്കുന്ന ഭാർഗവൻ. മെഴുകും. നീ കൂടുതൽ മെഴുകാൻ എനിക്ക് കൊഴാറുണ്ട്. എടാ, മഴു. ഓ, മനസ്സിലായി, പരശുരാമൻ. അത് തന്നെ. അങ്ങനെ പരശുരാമൻ മഴുപറിഞ്ഞുണ്ടായതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. എന്തിനാ ആചാര ഈ പരശുരാമൻ മഴ തെളിഞ്ഞത്? പുള്ളിക്ക് പണിക്ക് പോകാൻ മടിയായതുകൊണ്ടായിരിക്കും. കേരളത്തിലെ ഒറ്റ കൊടുത്ത ദേഹമാണെങ്കിൽ പണി ചെയ്യാത്തത്. സോപ്പ്, ചീപ്പ്, കണ്ണാടി, പൂക്കൾ കർണാടകം, പഴം, പച്ചക്കറി തമിഴ്നാട്, അരി, ഗോതമ്പ് ആന്ധ്ര. നമ്മൾ ഫേസ്ബുക്കിൽ തപ്പും. അവസാനം അതുകൊണ്ട് എന്തായി ആശാനെ? ഹിന്ദി പഠിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാതായി. കേരളം മേ ഹിന്ദി കേ ബിനാ ജീനാ മുഷ്കിൽ ഹേ. ആശാനെ, ഈ പഠിച്ചല്ല ഹിന്ദി എങ്ങനെ പഠിക്കാതിരിക്കും ആശാനെ? കവികൾ ഈ മലയാള കവിയെ കുറിച്ച് പാടി എന്താണെന്നറിയോ? മലയാളികളുടെ രുചിഭേദങ്ങളെ പോലും ഹോട്ടലുകളിൽ അന്യസംസ്ഥാനക്കാരാണ് നിയന്ത്രിക്കുന്നത്. ആശാനെ, ഹോട്ടലുകളിൽ നിന്ന് പാർസലുകൾ വീട്ടിലേക്ക് പ്ലാസ്റ്റിക് കൊട്ടകളിൽ ഒഴുകുകയല്ലേ ആശാനെ? ഫാസ്റ്റ് ഫുഡ് മനുഷ്യനെ ഫാസ്റ്റായി രോഗികളാക്കും. അതാണ് ഫാസ്റ്റ് ഫുഡ്. അതിവേഗം ബഹുരോഗികൾ. ആശാനെ, പരശുരാമൻ ഉയർന്നിട്ട് എന്തായി? ഈ കേരളമുണ്ടായി. അപ്പൊ എറിഞ്ഞ മഴുവിന്റെ ആ പൂരി വീണിട്ടാണോ ലക്ഷദ്വീപ് ഉണ്ടായത്? എടാ, ഭഗവാന്റെ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. ഞാൻ വിശ്വസിക്കത്തില്ല. അവതാരന്റെ 2ാം ഭാഗം പോലും ഇറങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെ 6ാം ഭാഗം ഇറങ്ങുന്നത്?
എന്താ െറിഞ്ഞു കല്യാണം പൊങ്ങി വന്നു രൂപത്തിൽ കേരളവും ഭാരവൻ മഴുപെടുത്തൊന്നെറിഞ്ഞു കല്യാണം പൊങ്ങി വന്നു രൂപത്തിൽ കേരളവും മക്കളെ നിങ്ങൾക്ക് കേരളം എങ്ങനെയുണ്ടായിരുന്നേ ഇന്നു പകൽ മുഴുവൻ കഴിഞ്ഞ കുറിച്ചവനെ വന്ദനമേ ജുമല നിനക്കെന്നും വന്ദനമേ ജുമല 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 ക്ഷേത്രത്തിൽ വന്നിട്ടാണോ പള്ളിപ്പാട്ട് പാടുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ച് പള്ളിവേട്ട നടത്തിയോ കുറച്ചു മുമ്പ് ഞങ്ങൾ കണ്ടതാ ആരുടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? വാത്സല്യേന ഭൂദേവി സ്രവന്തി പൂജനിധമാം സ്ഥിരം നീരം ജീവദാനം ആനം മഹീതലം. മൂപ്പറെ വൃത്തിയോട് പറയല്ലേ, ആള് കേൾക്കും. നല്ല വർത്താനൊന്നും വായി വരുന്നില്ലേ? കുത്തിയൊക്കെ മാറെ. ഇത് സംസ്കൃതം 4ാം ക്ലാസ്സിൽ 4 തോറ്റ് പഠിപ്പ് നിർത്തിയ നിനക്ക് തിരിയൂല. ഇത് മണ്ണ പിണ്ണാക്കാന്നു. എന്നാൽ അതിന്റെ മീനിങ് പറ, കേക്കട്ടെ. അതായത് മക്കളോടുള്ള വാത്സല്യം കൊണ്ട് ഭൂമിമാതാവിന്റെ ഉലതിറന്നൊഴുകുന്ന പാലാണ് ജലം. അത് ജീവദായകമാണ്. ശരിയാണ്. ജീവനോത്സവമാണ് ജലം. അത് പ്രകൃതിയുടെ വരദാനമാണ്. കുന്നിടിച്ച് വയൽ നികത്തുമ്പോൾ, കാടുവെട്ടി തെളിക്കുമ്പോൾ, നദികൾ മലിനമാക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഇനി വരുന്ന നാളുകൾ ദുരിതങ്ങളുടെയാകും. ഒരിക്കൽ വെള്ളത്തിനായി ജനങ്ങൾ മരണമെപ്രാളം കാട്ടും. അടുത്ത നൂറ്റാണ്ടിലെ യുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും. ഇപ്പം തന്നെ മാർച്ച് മാസത്തിലെ തുടങ്ങിയ ടാങ്കർ യുദ്ധം. അതെ, വഴിവക്കിൽ തൊട്ടിയും കലവും വരിവരിയായി വെച്ച് ടാങ്കർ ലോറി വരുന്നതും കാത്തും തല്ലും കലമ്പും അടിയും പിടിയും. അങ്ങനെയല്ലേ ഇവരുടെ നീണ്ട നില. നേരാ, ടാങ്കറുകാരൻ ഇപ്പം ദൈവ പ്രത്യക്ഷപ്പെടാൻ ആളുകൾ പ്രാർത്ഥനയോടെ നിൽക്കുക. കുളിക്കാന് പോട്ട് കക്കൂസിന് പോകാൻ വിളി വന്നാലോ എന്റെ അമ്മേ, അത് ഓർക്കുമ്പോഴാ, അത് ഓർപ്പിക്കല്ലേടാ നാരായണ, നിയന്ത്രണത്തിന്റെ കെട്ടുപൊട്ടു. നമ്മുടെ സുമിത്തൻ ഡോക്ടറില്ലേ, സുമിത്തൻ ഡോക്ടർ 10 കുപ്പി മിനറൽ വാട്ടർ വാങ്ങിയിട്ട് അത്രേ വീട്ടുകാരുടെ കാര്യം നിർവഹിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ജലസമ്പത്തുള്ളവരാണ് കേരളീയർ. അനേകം നദികൾ, അനേകം തോടുകൾ, നീർത്തടങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നു. അതെ, വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. എന്താ കാരണം? നമ്മൾ തന്നെ കുറവ് പൊട്ടുന്ന കുന്നൊക്കെ ഇടിച്ച് വിറ്റും വെട്ടിയിൽ കാശും വീണു. പക്ഷേ അണ്ണാക്കിൽ മണ്ണും വീണു. ദുരമൂത്ത വ്യവസായികൾ പുഴകളിലേക്ക് മാലിന്യം തള്ളി. കാരിയന്മാരായി പുഴയും നദിയും വിഷമയമായി സുഭിക്ഷമായി ജീവിച്ച മലയാളികൾ ഇന്ന് ജലദരിദ്രരായി. ആശാനെ, മുഖ്യന്മാരായ ചിലർ കുപ്പിവെള്ളം വിൽപ്പന തെരുവുതിയായി നടത്തുന്നു കേട്ടാ. കുടിവെള്ള വില കൊടുത്ത് വാങ്ങുന്നവർ അറിയുന്നുണ്ടോ ഇതേത് കുളത്തിലേതാണെന്ന്? അയ്യേ, കേട്ടിട്ട് പേടിയാകുന്നു. വെള്ളം കിട്ടാത്ത നാളുകൾ ഉണ്ടാവുമോ? എത്ര വിളിച്ചു പറഞ്ഞിട്ടും കൂസലില്ലാത്ത മലയാളികളുടെ മനോഭാവം മാറിയില്ലെങ്കിൽ വരും തലമുറ കഷ്ടപ്പെടും. അശുദ്ധമായ വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നത് മൂലം ഉണ്ടാകുന്ന ഡയേറിയ എന്ന രോഗം മൂലം പ്രതിദിനം 1600 ആളുകൾ ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളിൽ 21% ജലവുമായി ബന്ധപ്പെട്ടവയാണ്. ഇന്ത്യയിൽ 97 ദശലക്ഷം ആളുകൾ ഇന്നും ശുദ്ധജലം ഉപയോഗത്തിന് ലഭിക്കുന്നില്ല. ലോക ജനസംഖ്യയിൽ 9 പേരിൽ ഒരാൾക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല. വെള്ളവുമായി ബന്ധപ്പെട്ട് ഒരു രോഗമോ പ്രശ്നമോ കാരണം ലോകത്ത് 21 സെക്കൻഡിൽ ഒരു കുട്ടി വീതം മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളവുമായി ബന്ധപ്പെട്ട് കാണുന്ന അസുഖം മൂലം ലോകത്ത് ഓരോ വർഷവും 443 ദശലക്ഷം പഠനദിനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്ത്രീകൾ ഭൂരിഭാഗവും ശരാശരി 6 കിലോമീറ്ററെങ്കിലും നടന്നിട്ടാണ് ശുദ്ധജലം ശേഖരിക്കുന്നത്. ആശാന് ഏഷ്യയിലെയും ആഫ്രിക്കയിലെ കാര്യമൊന്നും പറയേണ്ടത്. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മളെ ചെണ്ടാരപ്പള്ളി ഗോവിന്ദൻ മരിച്ചിനി. എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അതനുഭവിച്ചവർക്കേ മനസ്സിലാവും. അതിന്റെ ഫലമോ ചെണ്ടാരപ്പള്ളി ഗോവിന്ദേട്ടന്റെ വീട്ടിൽ കണ്ടു. ഗോവിന്ദേട്ടൻ കഴിഞ്ഞ ആഴ്ച ആശാനെ കത്തിനി. അതെ, അമ്മ വീട്ടിലെ കത്തേ അറിയോ? കിടന്ന കിടപ്പിൽ ഗോവിന്ദേട്ടൻ കണ്ണു തുറന്നു തിരുതിരാ നോക്കി. എന്നിട്ട് പറഞ്ഞു, വെള്ളം. എന്നിട്ടാശാനെ ഏഴ് കൊടുക്കട്ടെ. കണ്ടിലെ വെള്ളം വെച്ചിട്ട് 3-4 ദിവസമായി. ടാങ്കർ വരാത്തത് 3-4 ദിവസമായി. കുപ്പി വെള്ളം മേടിക്കാൻ പോയ ചെക്കൻ അന്തം വിട്ടു. എന്താ അന്ന് വന്ന് എന്റെ വശിന് കിടവ് മൊത്തപ്പാ. എന്നിട്ട്
കിട്ടിയില്ലേ? അവിടെ അലയോട് പറ, വീട് തുറന്ന് 5 മിനിറ്റ് വെള്ളം തരാം. ആ പോയി, ഒരിറ്റ് വെള്ളം കുടിക്കാതെ ഓർ പോയി. ഈ ശവം കുളിപ്പിക്കുന്ന ചടങ്ങില്ലേ, അതിന് ഇത്തിരി വെള്ളം തരാൻ പറ. ആ നീ വേമ്പാ ഗോപി, ബേജാറാവണ്ട, ശവം എടുക്കാൻ വേണ്ട ചെയ്തോളൂ. ഈ ചുറ്റോട്ടത്തെ 10-30 വീട്ടിന് കാറ് ഒഴിച്ചോനാ പോയി ഒരു തുള്ളി കുടി കാണുവാൻ പോകേണ്ടി വന്നു. കണ്ണേട്ടാ, നമ്മൾ എന്ത് ചെയ്യാനാ? ഒക്കെ ദുർഗതി എന്നല്ലാതെ എന്ത് പറയാനാ? നാടെല്ലാം വറ്റി വരണ്ടില്ലേ? ഇവിടത്തൊക്കെ നാഗക്കാവില് നരന്ത വള്ളി ഉണ്ടാവും. അത് മുറിച്ച ഒരു വെള്ളം വെള്ളം കിട്ടും. പണ്ടൊക്കെ നരന്ത കൊത്തിയിട്ടല്ലേ വെള്ളം കുടിച്ച് നീ. തെക്കേ നാഗക്കാവ് പണ്ടേ കൊത്തി വെളുപ്പിച്ചില്ലേ? കോൺക്രീറ്റ് കൊണ്ട് പഞ്ചകുടവും ഉണ്ടാക്കി. ഈ നാട് നന്നാവൂല, നന്നാവൂല. കാവ് തിണ്ടല്ലേ തിണ്ടല്ലേ പറഞ്ഞതാ. ഗംഗ, വെള്ളം കിട്ടിയില്ലേ? ഇല്ല, ഉള്ളതൊക്കെ ബന്ധുവായി രാവിലെ വാങ്ങിത്ര. അപ്പോ ഇനി എന്താക്കുക? മുനിസിപ്പാലിറ്റി വിളിച്ചപ്പോ 8ാം വാർഡിലേക്ക് വെള്ളവുമായി ടാങ്കർ ലോറി വരുന്നത്ര. വാ, ബക്കറ്റുമായി നമുക്ക് റോഡരിൽ ക്യൂ നിൽക്കാം. ഒന്ന് സഹായിക്കണേ. കുടിക്കാൻ കിട്ടിയില്ലെങ്കിലും പോയിട്ടാ നമുക്കൊന്ന് കുളിപ്പിക്കുകയും ചെയ്യാലോ. എല്ലാരും വാ വാ. ഈ വെള്ളമില്ലാത്തവർക്ക് സൗജന്യമായി കിണറ് കുഴിച്ചു കൊടുത്തവനാ ഗോവിന്ദൻ. ഓന്റെ ഭാര്യയും മക്കളും ഓനെ ഉപേക്ഷിച്ചു പോയി. ഗോവിന്ദന് ബന്ധുക്കളായി ആരുമില്ലാണ്ടായി. റോഡ് സൈഡിലെല്ലാം മരം വെച്ച് പിടിപ്പിച്ച് വെള്ളമൊഴിച്ച് വളർത്തിയപ്പോ ഓന് ഭ്രാന്താണെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു നടന്നു. പക്ഷേ ഓന് മാത്രം ഭ്രാന്തില്ലാതിരുന്നത്. കാട്ടിൽ നിന്ന് മയിലും കാട്ടുകോഴികളും നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഗോവിന്ദൻ പറഞ്ഞു കാലക്കേട് വരുന്നുണ്ടെന്ന്. അപ്പോഴും നിങ്ങൾ അവരെ കളിയാക്കി. പക്ഷേ അന്ന് തുടങ്ങി കിണറും കുളങ്ങളും വറ്റാൻ. നിങ്ങൾ ടൂറിസ്റ്റുകളെ വിളിച്ചു വരുത്തി കാശുണ്ടാക്കി. കാവും കുളങ്ങളും നശിപ്പിച്ചു, ഫ്ലാറ്റുകൾ കെട്ടിപ്പോക്കി. അനേകം കിണർ കുഴിച്ച് കുടിവെള്ളം കൊടുത്ത് ഈ ഗ്രാമത്തിന് രക്ഷിച്ച ഉപകാരി ഗോവിന്ദന് അവസാനമായി ഒരിറ്റ് വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞോ? ആന്ധ്രയിലും ഒറീസയിലും ആഞ്ഞടിച്ച കാറ്റിനെ തടുക്കാൻ അതിനുള്ള സൂത്രം നിങ്ങളെ നെറ്റിന് തപ്പിയാ കിട്ടോ? എങ്കിൽ കരുതിയിരുന്നോ ഈ തീരത്ത് ആഞ്ഞടിക്കാൻ പോവാ അങ്ങനെയുള്ള കാറ്റും പേമാരിയും. തമ്മിലടിച്ച് ഈ ലോകം തകർന്നു വീഴാൻ അധിക കാലം വേണ്ട. പടിഞ്ഞാറ്റേൽ കത്തിച്ചു വെച്ച വിളക്ക് കുറേ ദിവസമായിട്ട് പടപടാന്ന് പടച്ചളഞ്ഞു. തുടക്കം തന്നെ. നാട്ടുകാർക്ക് വെള്ളം കൊടുത്ത ദൈവത്തെ പോലുള്ള ഉപകാരി ഗോവിന്ദൻ വെള്ളം കിട്ടാണ്ട് ചാങ്ങോ? വെള്ളം കിട്ടാണ്ട് ചാങ്ങോ? ശരിയാ, കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരാണ് നമ്മൾ. ആശാനെ വെള്ളത്തിന്റെ കഥ വിട്ടിട്ട് നമ്മുടെ യഥാർത്ഥ കഥ പറയാശാനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അങ്ങനെ പണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ചക്രവർത്തിയോ? ചക്കര വിരട്ടിയില്ല, ചക്കര തുടച്ച കളഞ്ഞു. ചക്രവർത്തി അതാണ് മഹാബലി തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടു പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അതോടെ വസിക്കും കാലം അവസനാകോ മുട്ടിയതാനും. അമോദത്തോടെ വസിക്കും കാലം അവസനാകോ മുട്ടിയതാനും. കള്ളവുമില്ല ചതിയുമില്ല എല്ലോണമില്ല പോയി വരണം. കള്ളവുമില്ല ചതിയുമില്ല എല്ലോണമില്ല പോയി വരണം.
ഒരു കറുത്ത കുളിഗ്ലാസ് മേടിച്ച് മുഖത്ത് വെച്ച്. എന്തിനാണ്? അല്ലെങ്കിൽ ദേവലോകം മുഴുവൻ കണ്ണു ചൂക്കട അറിയില്ല. എടാ മെനക്കേടുകളെ ചെങ്കണ്ണും ഒന്നും അല്ല, അസൂയ. ഓഹോ, അങ്ങനെ അസൂയ മൂത്ത ദേവന്മാർ നമ്മുടെ മഹാബലിയെ ചതിക്കുവാൻ വേണ്ടി അവർ ഒരു രഹസ്യ യോഗം ചേർന്നു. ആ യോഗത്തിലെ മുഖ്യ അജണ്ട എങ്ങനെയും മഹാബലിയുടെ കേരളത്തിലുള്ള ഇമേജ് തകർക്കണം. അങ്ങനെ ഭഗവാന്റെ അഞ്ചാമത്തെ ഫിഗറായ വാമനായി അവതരിച്ച് വേഷപ്രച്ഛന്നനായി ദാനശീലനായ മഹാബലി ചക്രവർത്തിയുടെ മുമ്പിൽ വന്ന് ഭിക്ഷ യാചിച്ചു. എന്റെ ടിപ്പറിന് 3 ലോഡ് മണ്ണ്. എനിക്ക് 3 അടി മണ്ണ് വേണം. പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നറിയാതെ അങ്ങ് ആവശ്യത്തിനുള്ള മണ്ണ് അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. മഹാബലി തമ്പുരാൻ. തൽക്ഷണം ഭഗവാൻ ആകാശം മുട്ട വളർന്നു തന്റെ ആദ്യത്തെ കാൽവെപ്പിൽ ഭൂമി മൊത്തം അളന്നു മാറ്റി. രണ്ടാമത്തെ കാൽവെപ്പിൽ സ്വർഗവും വളർന്നു. മൂന്നാമത്തെ അടി മണ്ണിളക്കാൻ മണ്ണില്ലാതെ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അച്ഛന്റെ മുദ്ര കണ്ട ആൾക്കാരെ സുഖം തിരിച്ചില്ലായി. എന്നിട്ടും ആ മുടിഞ്ഞവന്മാർക്ക് ഉറക്കമില്ലല്ലോ. ആർക്ക്? ആ കമ്മറ്റിക്കാർക്ക്. അവന്മാരാ 10 രൂപ കണ്ട് അവിടെ തന്നെ. ആശാനെ, അവർ ഈ മണ്ണ ബുദ്ധിയാണ് നോക്കുന്നത്. നീ വേണം മൂത്രം കുടിയാ. ആശാനെ, ഇവൻ എന്നെ മൂത്രം കുടിയാതെ വിളിച്ചു. അത് നല്ലതല്ലേ? മൂത്രം സർവലോക സംഹാരിയാണ്. ആശാനെ, എന്തായി പറയുന്നത്? മൂത്രം നല്ലതെന്നോ? സംശയത്തിന് മനുഷ്യനെ ബാധിക്കുന്ന അനേകം മാറാവ്യാധികൾക്ക് മൂത്രം ഒറ്റമൂലിയാണ്. ആശാനെ, എന്തായി പറയുന്നത്? സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിനക്ക് കണ്ണട കൂടാതെ വായിക്കാൻ പറ്റില്ലല്ലോ. 10 ദിവസം നീ 2 നേരം നിന്റെ തന്നെ മൂത്രം 4 തുള്ളി വീതം കണ്ണിൽ ഒറ്റിച്ചു നോക്കൂ. നിനക്ക് കണ്ണട കൂടാതെ പത്രം വായിക്കാം. തിമിരം പോലും മാറും. ആശാനെ, ഈ കുഴിനകം വേദന മാറും ആശാനെ. 4 ദിവസം കൊണ്ട് മാറും. യൂറിൻ തെറാപ്പി ചെയ്യൂ ആശാനെ. പിന്നെ എന്തിനെല്ലാം മരുന്നാണ് യൂറിൻ? യൂറിൻ തെറാപ്പി ലോകത്തെല്ലായിടത്തും ഉപയോഗിച്ചു വരുന്നു. കിഡ്നി സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും. വാദപിത്താദി രോഗങ്ങൾക്കും ബെസ്റ്റാണ് യൂറിൻ തെറാപ്പി. ഷുഗർ രോഗികൾ ഭക്ഷണ ക്രമീകരണത്തിലൂടെ യൂറിൻ തെറാപ്പി ചെയ്താൽ ഷുഗർ രോഗത്തിൽ നിന്നും മോചനം നേടാം. ആശാനെ, എന്റെ ഭാര്യയ്ക്ക് മുടി കൊഴിച്ചിൽ കൊണ്ട് രക്ഷയില്ല. നിന്റെ ഭാര്യ കാണൂടാ, നിന്റെ സ്വന്തം ഭാര്യ കാണാമെന്ന്. നിങ്ങളുടെ തന്നെ യൂറിൻ എടുത്ത് തലയിൽ തിരുമ്മി പിടിപ്പിക്കുക. തല നരയ്ക്കില്ല, മുടി കൊഴിച്ചിലുണ്ടാകില്ല, പിന്നെ താരനും മാറിക്കിട്ടും. എക്സിമ പോലുള്ള പഴകിയ ചൊറിച്ചിൽ പോലും യൂറിൻ ലേപനം ചെയ്താൽ മാറും. വിശ്വസിക്കാൻ കഴിയില്ല ആശാനെ. നല്ല മൂത്തിലാണല്ലോ. എന്താ കാര്യം? കറച്ച് കേട്ടാ വന്നേക്കണേ. ഓടി. എന്താണാവോ അസുഖം? എടുത്തു അതിനോടും പറയണ്ട. ഓക്കേ, എന്താ എനിക്ക് ആശാനെ, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവുന്ന സൂക്കറല്ലേ ഈ പൈപ്പ്? ദൈവമേ, എനിക്ക് വയ്യ. ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടായ ഇലക്ട്രിക് പോസ്റ്റ് പൈപ്പ് ഉണ്ടാവും. ഇവനെ കൊണ്ട് വയ്യ. മല്ലൊക്കെയാണ് നോക്കുന്നത്. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം രോഗങ്ങളുടെ പരസ്യങ്ങൾ മിക്കവാറും എല്ലാ ഇലക്ട്രിക് പോസ്റ്റിനാണ് ഉണ്ടാകാറ്. ഇങ്ങനെയുള്ള എല്ലാ രഹസ്യ രോഗങ്ങൾക്കും യൂറിൻ തെറാപ്പി ഉത്തമ ഔഷധമാണ്. എന്തിനേറെ പറയുന്നു, കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് യൂറിൻ തെറാപ്പിയുടെ കുട്ടികളുണ്ടാകും എന്ന് തെളിയിച്ചിട്ടുണ്ട്. മണ്ണിന് വേണ്ടി സ്വന്തം ശിരസ് കൊടുത്ത മഹാബലി തമ്പുരാൻ വർഷത്തിൽ ഒരിക്കൽ നമ്മെ കാണാൻ വരുന്ന ദിവസമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. അദ്ദേഹം വാക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ജയിപ്പിച്ചു വിട്ട MLA-മാരും MP-മാരും 5 വർഷത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ മണ്ഡലത്തിലൊന്നും വരുന്നില്ലല്ലോ. ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ അവസ്ഥ.
പൂവമ്പഴം പോലൊരു പെണ്ണിനെ കൊണ്ടുപോയി അതിന്റെ പോലെ വർദ്ധിച്ചിട്ടില്ലേ അച്ഛനും പുലരും ചേർന്നുള്ള പീഡനം ദൈവത്തിൻ നാടിന്റെ സംസ്കാരമോ പഴങ്ങിയൊരു പെണ്ണുള്ള വീട്ടിലെ അമ്മമാർക്കുള്ളിൽ ആദിയാണ്ടി ഇന്നത്തെ നാടിന്റെ സംസ്കാരം കണ്ടാലോ അവയിൽ മണ്ണ് തോന്നും പൂവമ്പഴം പോലൊരു പൂവമ്പഴം പോലൊരു പൂവമ്പഴം പോലൊരു പൂവമ്പഴം പോലൊരു പെണ്ണിനെ കൊണ്ടുപോയി ഇറത്തുള്ളി പോലെ വർദ്ധിച്ചിട്ടുണ്ട് ഇറത്തുള്ളി പോലെ വർദ്ധിച്ചിട്ടുണ്ട് ഇറത്തുള്ളി പോലെ വർദ്ധിച്ചിട്ടുണ്ട് അതെ, സ്വന്തം ബന്ധങ്ങൾ പോലും മറക്കുന്ന മാംസദാഹം കേരളത്തിന്റെ വർത്തമാനകാല പതിവ് വാർത്തകളാകുന്നു. ശരിയാണ് ആശാനെ, വാർത്തകൾ മുഴുവൻ ഇത് തന്നെ. ആശാനെ അടുത്ത വർഷം മഹാബലിയോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ. ഇനി വരുമ്പോഴേക്കും കേരളം ഇതുപോലെ ബാക്കി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്, നദികളെല്ലാം ഉറവയെടുക്കുന്ന ഭക്ഷ്യപർവ്വതം ഇല്ലാതാവുകയാണ്. കച്ചവട മാഫിയകൾ തുരന്നെടുക്കുകയാണ്. സത്യമറിയാത്ത ജനം അടിച്ചക്കാർ. ഹലോ, നന്നാവുന്നുണ്ട് ആശാനെ. പിന്നെ ഗാർഡിൽ കമ്മീഷനും പശ്ചിമഘട്ടവും നീ പറയണ്ട. ഇലക്ഷൻ കഴിഞ്ഞോട്ടെ. എന്താ ആശാനെ, നേതാവ് പറഞ്ഞിട്ട് പോയത് കേട്ടാ? കലാസ്നേഹികളെ, കലാകാരനൊരു ദൗത്യമുണ്ട്, സത്യത്തിന്റെ കൂടെ നിൽക്കുക. മാവേലി നാട്ടിലെ ജനങ്ങൾ വെള്ളം കിട്ടാതെ മരിക്കാതിരിക്കാൻ സഖ്യാദ്രിയെ സംരക്ഷിക്കുന്നവരുടെ കൂടെ നിൽക്കാം. സഖ്യനെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം.